ഡോക്ടർ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഇപ്പൊ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് വേറൊരു റീസൺ ആണ്. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ അദ്ദേഹത്തിന് ആവശ്യം ഇപ്പൊ അവിടെ ഒരു കേടുണ്ട്, എത്രയും വേഗം ഇത് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് പറിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പല്ലിന്റെ സ്ഥലം അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പൊ ഇനിയും ഇപ്പൊ ഒരു അങ്ങേയറ്റത്തെ 6ാമത്തെ വയസ്സിൽ വരുന്ന കട്ടപ്പല്ല, അഥവാ നമുക്ക് ആയുസ് മുഴുവൻ വേണ്ട വല്ലാതെ അതൊരു പ്രാവശ്യം വരും. ആ വിസ്റ്റൻ ടൂത്ത് അല്ല, അത് 6ാമത്തെ നീങ്ങി തുടങ്ങും. കാരണം സെക്കൻഡ് മോളാർ അവിടെ പുറകിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ടോ. അപ്പൊ ഇത് ആദ്യമേ നമ്മൾ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 11 വയസ്സാകുമ്പോൾ ഇത് 12 വയസ്സാകുമ്പോൾ സെക്കൻഡ് മോളാർ വരും. 11 വയസ്സായിട്ടേ പ്രീമോളാർ വരുള്ളൂ. അന്നേരത്തേക്ക് ഈ സെക്കൻഡ് മോളാർ പുഷ് ചെയ്ത് ഈ പ്രീമോളാറിന്റെ സ്പേസിലേക്ക് ഒന്നെങ്കിൽ അവൻ അവിടെ കിടന്നു പോകും, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനെ എല്ലാത്തിനും കൂടെ പുഷ് ചെയ്തുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ സാർ അതും ഒരു കാരണമാണ്. മടമ്പല്ലൊക്കെ ഉണ്ടാവുന്ന എങ്ങനെയായിരിക്കും? അങ്ങനെയാണ് മടമ്പല് വരുന്നത്. കാരണം അതിന് നിൽക്കാൻ കുട്ടികൾക്ക് ഇത് ഓക്കെ, മറ്റേ വലിയവർക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ തന്നെ പറിച്ചു കളയും. അതോ ഒരു കേട് വന്നു, അത് ഇനിയിപ്പോ അത് നോക്കിയിട്ട് വരില്ല, പറിച്ചു കളഞ്ഞേരാ ഡോക്ടറെ. അല്ലെങ്കിൽ ഒരു വേദന വന്നു, അതിന് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനൊരു കവർ ഇട്ട് വെച്ചിരുന്ന അത് അവിടെ പെർമനന്റ് ആയിട്ട് അവിടെ ഇരുന്നോളും, പോവില്ല. ഇനി അഥവാ പല്ല് ഇളകി തുടങ്ങി, പല്ല് ഇളകി പോവാന്ന് പറഞ്ഞപ്പോ നമ്മൾ അറിഞ്ഞില്ല. ശരി, ഞാൻ പറഞ്ഞില്ലേ, വേദന അറിയാതിരുന്നു, രോഗം വന്നു, പല്ല് ഇളകി തുടങ്ങി. പല്ല് ഇളകി തുടങ്ങുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ വേദനയുണ്ടാവും. കടിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ പല്ലിന് ചെറിയ ഇളക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബോൺ റീജനറേറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഉറപ്പിച്ച് ഫിക്സ് ചെയ്യാം. എങ്ങനെ എന്തുകൊണ്ടാണ് ഈ പല്ലുകൾ ആടുന്നത്? ഈ പല്ലുകൾ ആടുന്നത് അതിന് ചുറ്റുമുള്ള സബ് സ്ട്രക്ചർ, അഥവാ അതിനെ പിടിപ്പിച്ചിരിക്കുന്ന ഭാഗം നശിച്ചു പോകുന്നതുകൊണ്ടാണ്. അതിനെ പിടിപ്പിക്കുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് നമ്മുടെ മോണ, അത് അതിന്റെ അടിയിലുള്ള എല്ല്. ഈ എല്ലുകൾ അത് ഇല്ലാതായി വറ്റി പോവുകയാണെങ്കിലാണ് ഒന്ന് പല്ലിളകാനുള്ള സാധ്യത. അതിന് ആദ്യമേ നമ്മൾ സാധാരണ കാണുന്നതെന്ന് വെച്ചാൽ മോണ ആദ്യം ഇറങ്ങി പോകും. അത് കഴിഞ്ഞിട്ടാണ് എല്ല് താണു പോകാറ്. ചിലപ്പോൾ എന്ത് പറ്റും കഴിഞ്ഞാൽ മോണ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോഴാണ് നമ്മൾ വാ തുറന്നു നോക്കിയാലും അറിയില്ല. അത് തന്നെ അതിന് ചുറ്റും പോക്കറ്റ്സ് എന്ന് പറഞ്ഞത്, അഥവാ ഈ ബോൺ അങ്ങ് താണു പോകും. ഈ മോണ അങ്ങനെ തന്നെ നിൽപ്പുണ്ടാവും. അപ്പൊ കൂടുതൽ ഭക്ഷണം അതിനകത്ത് കയറും, കൂടുതൽ ഈ ബോണിന് ഇറിറ്റേഷൻ വരും, കൂടുതൽ ബോൺ നഷ്ടപ്പെടും. ഇങ്ങനെ വന്നാൽ ഫ്ലാപ്പ് സർജറി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അഥവാ ഇത് ഈ മോണ തുറന്നതിന് ശേഷം ഒരു ബോൺ ഗ്രാഫ്റ്റിംഗ് മെറ്റീരിയൽ വെച്ച് ഇതിനെ അതിനകത്ത് അടുക്കി വെച്ച് കഴിഞ്ഞാല് അത് തന്നെ ബോൺ റീജനറേറ്റ് ചെയ്ത് വരും. ആ ഏരിയയിലേക്ക് ബോണിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും, അഥവാ പല്ലുകൾ ഉറച്ചു കിട്ടാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പല്ലുകൾ പറിച്ചു കളയണ്ട. ഒരു തരത്തിലും വായില് 32 പല്ല് ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 32 പല്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ 32 പല്ലും വായിലിരിക്കേണ്ട സ്ഥിതിയുണ്ട്. അഥവാ ഇനി അത് നേരെ തെറ്റിയോ അല്ലെങ്കിൽ അതിനകത്ത് വരാൻ തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എടുത്തു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ എടുത്തു കളയരുത്. ഒരു പല്ലും എടുത്തു കളയരുത്. എന്തുകൊണ്ട് ഈ പല്ലിനെ എടുത്തു കളയാൻ? പല്ലെടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുഖം ഒട്ടിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലെടുത്തു കഴിഞ്ഞാൽ മുഖം കിട്ടും. എന്തുകൊണ്ടാണ് മുഖം കിട്ടുന്നത്? കാരണം എന്ന് വെച്ചാൽ ഈ പുറകുവശത്ത് നമുക്ക് കടിക്കാനുള്ള ബേസ് ഇല്ലാതെ പോകും. അപ്പൊ നമ്മൾ മുമ്പിലിട്ട് കടിക്കും. അപ്പൊ തേയ്മാനം കൂടുതൽ, തേയ്മാനം തന്നെ കൂടും. ബാക്കിയുള്ള പല്ലുകളും തേഞ്ഞു പോകും. കാരണം ഈ 32 ചെയ്യണത് 20 പല്ലായിരിക്കും ചെയ്യണേ. അപ്പൊ അത്രയും തേയ്മാനം കൂടുതൽ, എല്ലാ പല്ലിലും ഇരട്ടി പണി ചെയ്യേണ്ട പണി. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ തേയ്മാനം വരും. തേയ്മാനം വന്നു കഴിയുമ്പോൾ പല്ലുകൾ ആ മുഖം അങ്ങ് ഒട്ടി വരും. ഈ ഒട്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മുമ്പിലത്തെ പല്ലുകളിൽ കൊണ്ടുവന്ന് താഴത്തെ പല്ല് കൊണ്ടുവന്ന് കുത്തി കഴിയുമ്പോൾ മുമ്പിലത്തെ പല്ലിനും മുമ്പോട്ട് വരാനുള്ള സാധ്യതയാണ്. ഇങ്ങനെയാണ് പലപ്പോഴും പ്രായമാകുമ്പോഴത്തേക്കും പല്ലുകളൊക്കെ പുറത്തേക്ക് വന്ന്, അപ്പൊ പിന്നെ എല്ലാവർക്കും സങ്കടമായി, അയ്യോ എന്റെ പല്ല് ഇങ്ങനെയൊന്നും അല്ല ഇരുന്നിരുന്നേ, അയ്യോ ഇതെങ്ങനെയെങ്കിലും. നമുക്കൊരു കോളുണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എന്റെ പേര് ഷമീറാണ്. എവിടെ നിന്ന് വിളിക്കുന്നത്? ബോംബെന്നാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്റെ പല്ലിന് മുഴുവനായിട്ട് പല്ലിന്റെ താഴോട്ടു മുകൾ ഭാഗത്തൊരു കറുപ്പ് കളർ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് അറിയാൻ പറ്റില്ല. കറുപ്പ് ഇരിക്കുമ്പോക്ക് മുമ്പൊന്നും കാണുന്നുണ്ട്. കറുപ്പ് കളർ വരുന്ന ഒന്ന് നമ്മളുടെ പുറമെ പിടിക്കുന്ന സ്റ്റെയിൻസ്, അഥവാ എന്തെങ്കിലും ചായ പോലെ എന്തെങ്കിലും ചായ കൂടുതലായിട്ട് കുടിക്കുന്നവർക്കൊക്കെ വരുന്ന സ്റ്റെയിൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ പ്ലാക്ക് അക്കോമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്റ്റെയിൻസ് പിടിക്കാം. അതൊന്ന്. പിന്നെ ബാക്ടീരിയൽ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ ഉണ്ടാവുന്ന ഹാംഫുൾ അല്ല, പക്ഷേ എങ്കിലും ഇങ്ങനെ സ്റ്റെയിൻസ് വരുന്നത് ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലത് 1 വർഷത്തിലൊരിക്കൽ ക്ലീനിങ് നടത്തുക. അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിരിക്കണം. ഇങ്ങനെ സ്റ്റെയിൻസ് ഉണ്ടാവുന്നവർക്ക് മാത്രം, എല്ലാവർക്കും എല്ലാ വർഷവും ക്ലീൻ ചെയ്യണമെന്നല്ല, ക്ലീൻ ചെയ്യണോ വേണ്ടോ എന്നൊന്ന് ചെക്കപ്പ് നടത്തുക. ഒരു ഡെന്റൽ ചെക്കപ്പ് 1 വർഷത്തിലൊരിക്കൽ ചെയ്തിരിക്കണം.
ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് അത് കണ്ടുപിടിക്കാം. മാത്രമല്ല പല്ലിനും പിന്നെ അണ്ണാടിന്റെ പല്ലിലേക്ക് കറുപ്പ് വരുന്നുണ്ട്, നല്ല കേട് വരുന്ന പോലെ തോന്നുന്നു. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുന്ന കുറവുണ്ട്. രാത്രി പല്ല് തേക്കാറുണ്ടോ? ആ തേക്കാറുണ്ട്. രാത്രി പല്ല് തേക്കാറുണ്ട്. അത് ഇപ്പം തുടങ്ങിയതാണ്, കറുപ്പ് വരുന്നത് തുടങ്ങിയതാണ്. അതിന്റെ കാരണം ഇത് ഒരു ഡെന്റിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യിക്കാം. നിങ്ങളുടെ അടുത്തുള്ള ഡെന്റിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഇതിന് എന്തെല്ലാം കാരണങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുക. ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഈ കേടുണ്ടെങ്കിൽ ആ കേടൊക്കെ അടയ്ക്കണം. മനസ്സിലായില്ലേ? കേടുണ്ടാവുന്നതും ഈ കറുപ്പ് കളർ പിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. കേടുണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ വായില് ഈ ഷുഗർ ആയിട്ടുള്ള അഥവാ മധുരമായിട്ടിരിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളോ, ഈവൻ ചോറാണെങ്കിൽ പോലും വായിലിരുന്ന് കഴിഞ്ഞാൽ അത് ആസിഡായി മാറും. പറഞ്ഞ മനസ്സിലായി? അങ്ങനെയാണ് ഇത് കുഴി ഉണ്ടായി വരുന്നത്. പറഞ്ഞ മനസ്സിലായി? ഇത് കണ്ടുപിടിക്കുക ഒരു എന്തോ ചായ കുടിക്കുന്നോണ്ട് ഉണ്ടാവുന്നുണ്ടോ? ചായ കൂടുതൽ കുടിച്ചാലും ഉണ്ടാവും, സ്റ്റെയിൻസ് ഉണ്ടാവും. ചായ കൂടുതലായിട്ട് കഴിക്കുന്നത്. അങ്ങനെ കുടിക്കണം. അത് നിർത്തുക. എന്നിട്ട് പോയി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി.